ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശതാവരി അഥവാ ആസ്പരാഗസ് വെച്ചിട്ടുള്ളൊരു തോരനാണ്. ഇതങ്ങനെ പോപ്പുലറായിട്ടുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ഇപ്പം റീസെൻ്റായിട്ടാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്, ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഓക്കെ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിട്ട് ഒരു സവാള, പിന്നെ കുറച്ച് ചതച്ച മുളക്, പിന്നെ കറിവേപ്പില, ഇത് മൂന്നും ഇട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. സവാള കൂടുതൽ നേരം കുക്ക് ചെയ്യണ്ട, അത് മറ്റേ ആസ്പരാഗസിൻ്റെ ഒപ്പം തന്നെ കിടന്ന് കുക്കായിക്കോളും. ഓക്കെ, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഞാനിവിടെ 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നത്. അത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇനി നമുക്കതിട്ട് ആസ്പരാഗസ് ഇടാം. ഞാൻ ഏകദേശം ഒരു 500 ഗ്രാമിനടുത്ത് ആസ്പരാഗസാണ് എടുത്തേക്കുന്നത്. ഇതൊരു കെട്ടായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് ഫുൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അങ്ങനെ കൂടുതലായിട്ട് എന്താ പറയുക, മൂത്ത് പോയതല്ലായിരുന്നു. നല്ല എന്താ പറയണേ, ഒരുപാട് ഇങ്ങനെ മൂക്കാത്ത ആസ്പരാഗസ് ആയിരുന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊട്ടും വേസ്റ്റേജ് ഉണ്ടായിരുന്നില്ല. ഇത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതിന് ഒരുപാട് നേരമൊന്നും എടുക്കില്ല, ജസ്റ്റ് 6 മിനിറ്റൊക്കെ മതിയാവും. കാരണം ഇത് ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം പോകും. അപ്പോൾ നമ്മൾ ന്യൂട്രിയൻസ് ഒന്നും ലോസ് ആവാത്ത രീതിയിൽ ജസ്റ്റ് ഒരു 6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടി പിടിക്കാതെ. ആവശ്യത്തിന് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിട്ട്. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. തേങ്ങ ഒന്ന് കുക്ക് ആവുന്നതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക, എടുക്കുക. സംഭവം റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.